ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയുടെ മുന്നിൽ വേലക്കാരിയായിരുന്ന നന്ദിനി ഇനി മോളായി മാറുന്ന ആ കിടുക്കൻ സീനും ഇന്ദ്രജയും വേദയും ആ വീട്ടിലെ വേലക്കാരികളാക്കി മാറ്റുന്ന ആ കിടുക്കൻ സീനുമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പത്മയെ ഐസിയുവിൽ നിന്നും മാറ്റുകയാണ്. പിന്നീട് റൂമിലെ ആ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വീട്ടിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ പത്മ ഒരുവിധം ഉഷാറായി വരികയാണ്. ചെറുതായൊക്കെ ഒന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. തലയുടെ പെയിനൊക്കെ ഒന്ന് മാറി. അങ്ങനെ പത്മ തൻ്റെ വീടിൻ്റെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ തൻ്റെ മകനെ 24 മണിക്കൂറും തനിക്ക് കാണണമെന്നുള്ള ആഗ്രഹമാണ് കേട്ടോ. മകനും അതുപോലെ തന്നെ. അങ്ങനെ മകൻ പത്മയുടെ അരികിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ഇത് ചെല്ലുമ്പോൾ പത്മക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവണം. അങ്ങനെ സൂര്യ പത്മയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യയോട് പറയാണ്, നീ എൻ്റെ തൊട്ടരികിൽ ഇരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പത്മയാണെങ്കിലോ തൻ്റെ മകൻ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കുവോ എന്തോ എന്നറിയില്ല. എങ്കിലും അവൻ എന്നെ അമ്മ എന്നുള്ള വാക്ക് ഉച്ചരിച്ചു, അത്രയെങ്കിലും മതി, അതുകൊണ്ട് ഞാൻ സംതൃപ്തിയാണ് എന്നുള്ള ആ ലെവലിൽ പത്മ സംസാരിച്ച് തുടങ്ങാനിട്ടോ. പത്മ പറയാണ്, മോനെ, നീ എൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ ഒരു പക്ഷേ നിനക്ക് എന്നോട് ദേഷ്യവും വെറുപ്പൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ അമ്മ ഒരിക്കലും നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അമ്മ ഒരിക്കലും ഒരു ചെയ്യാനും എനിക്ക് കഴിയില്ല. അമ്മയുടെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളൂ. എടുത്തുചാട്ടത്തിൽ ഞാൻ നിൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് വിജയുടെ കയ്യിൽ പൈസയൊക്കെ കൊടുത്തു വിട്ടു. പക്ഷേ അവളുടെ ക്യാരക്ടർ അതായിരുന്നു. നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ അറിയുമെന്ന് പറയുമ്പോൾ വിജയ് ഉടൻ തന്നെ സൂര്യ പറയണം, മതി, അതിനെക്കുറിച്ച് പറയണ്ട എന്ന് പറയണം. ആ സമയം ഉടൻ തന്നെ പത്മ പറയണേ, നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ ദേഷ്യമുണ്ടായിരിക്കും, പക്ഷേ ഈ അമ്മക്ക് സന്തോഷമേ ഉള്ളൂ, നീ എന്നെ അമ്മ എന്ന വാക്ക് വിളിച്ചല്ലോ, അത്ര മതി എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. ആ സമയം പത്മക്ക് തല ഇങ്ങനെ ചെറുതായി മുറുകയാണ്. ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വേദന വരികയാണ്. അപ്പോഴേക്കും സൂര്യ പെട്ടെന്ന് പത്മയുടെ അരികിൽ ഇരിക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ തല വേദനിക്കുന്നുണ്ട്? അപ്പോഴേക്കും പത്മ ചെറുതായിട്ടുണ്ട് എന്ന് പറയട്ടോ. അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് അമ്മയോട് യാതൊരു ദേഷ്യവും വെറുപ്പോ ഒന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ചില തെറ്റുകൾ എന്നിലും പറ്റിയിട്ടുണ്ട്. 24 മണിക്കൂറും കുപ്പിക്കുള്ളിലായതുകൊണ്ട് തന്നെ, കുപ്പിയാണ് ഈ ജീവിതമെന്ന് അറിഞ്ഞത്, അങ്ങനെ ജീവിച്ചത് കൊണ്ട് തന്നെ പല ലോകങ്ങളും ഞാൻ കാണാതെ പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ സൂര്യ പറയാൻ കേട്ടോ. അങ്ങനെ പത്മ ഒരുപാട് സന്തോഷവതിയായി പത്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ പത്മ ചിന്തിക്കുകയാണ് നന്ദിനിയെക്കുറിച്ച്. നന്ദിനി വന്നതിൽ പിന്നെ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ്. തൻ്റെ മകൻ എന്നോട് ഒന്ന് കണ്ടാൽ മിണ്ടുക പോലും ചെയ്യുന്നില്ല. തൻ്റെ മകൻ്റെ കുടിയിൽ അവസാനമായിരിക്കുന്നു. അതുപോലെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതുമാത്രമല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നന്ദിനി എത്രയെല്ലാം രക്ഷകളാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോവാണ് കേട്ടോ. മിത്ര ഒരു കനകത്തിനെ കൊണ്ടുവന്നതും കമലയെ കൊണ്ടുവന്നതും പിന്നീട് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ആലോചിക്കുകയാണ്. വേദയുടെ കല്യാണം, വേദയുടെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ സമയത്ത് ഇന്ദ്രജ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ ഒരു ചെറിയൊരു സന്തോഷം വരികയാണ്. നന്ദിനി കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നിരിക്കുന്നു. പക്ഷേ ഞാൻ അവൾ ആ സമയം ദ്രോഹിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കണ്ണ് തുറക്കാനായിരുന്നു എൻ്റെ തലയ്ക്ക് ഈ അടി കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുമ്പോൾ ഇന്ദ്രജയും വേദയും വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, നമ്മുടെ അമ്മയോട് നമുക്ക് മനസ്സ് മാറ്റിയെടുക്കണം. അവളെ ഒരിക്കലും ഈ വീടിൻ്റെ മരുമകളായി സ്വീകരിക്കരുത്. ഒരു വേലക്കാരിയായുള്ള മരുമകളോ നമ്മുടെ ഏട്ടത്തിയമ്മയോ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതൊന്നും ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ വേദ പറയണേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വിജയ് പറയണേ, ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, നിനക്ക് പണ്ടേ അറിയായിരുന്നു. കാരണം നീ വിചാരിക്കുന്നത് പോലെ ഒരു വീട്ടു വേലക്കാരിയാണെങ്കിലും കൂടി അവൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, അവളുടെ അടുത്ത് ഒരുപാട് നന്മകളുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ അവളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്ന് ഇന്ദ്രജ ചോദിക്കുക. അതല്ല, നന്ദിനി എന്ന് പറയുന്ന ഒരു നാട്ടുംപുറത്തുകാരിയാണ്. അടക്കവും ഒതുക്കവും അതുപോലെ തന്നെ ജീവിക്കാൻ എങ്ങനെയെന്നും അതുപോലെ പല സാഹസികങ്ങളും കഴിഞ്ഞു വന്ന ആളാണ് ഈ നന്ദിനി. ജീവിതത്തിൻ്റെ ഒരു കുടുംബം, ഒരു അമ്മയുടെ സ്നേഹം, ഒരു അച്ഛൻ്റെ സ്നേഹം എങ്ങനെ കിട്ടണം എന്നൊക്കെ നന്ദിനിക്കറിയാം. കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ സൂര്യക്ക് ഇത്ര മാറ്റം വന്ന ഈ നന്ദിനി വന്നത് പിന്നെ എന്നാൽ നിങ്ങൾ അവളുടെ കൂടെ അങ്ങ് പറയുമ്പോഴേക്കും വേദ പറയാണ്, ചേച്ചി ഇത്ര ദേഷ്യമൊന്നും പിടിക്കണ്ട, ഇവിടെ ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നന്ദിനി വന്നതിൽ പിന്നെയാണ് ഈ കുടുംബത്തിന് എല്ലാവർക്കും മാറ്റം വന്നത്. അന്നേ ചേച്ചി ചെയ്ത വിഡ്ഢിത്തരം തന്നെയായിരുന്നു. ആ മിത്രയാണെങ്കിൽ അമ്മയുടെ ശത്രുവായുമായിരുന്നു. മിത്രയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ നന്ദിനിക്ക് അങ്ങനെയല്ല. നന്ദിനിക്ക് കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പോകുന്നതും അതൊന്നും നന്ദിനിക്ക് ഇഷ്ടമല്ല. നന്ദിനി അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജക്ക് മൊത്തത്തിൽ കിളി പോവാണ്. അങ്ങനെ ഇന്ദ്രജ പറയാണ്, എന്തായാലും അമ്മയുടെ റൂമിൽ പോയി നോക്കാം, അമ്മയുടെ മനസ്സിനനുസരിച്ച് നമുക്ക് സംസാരിക്കാം, അതൊരു തെറ്റിദ്ധാരണയാണ്, ഒരിക്കലും
ഒരിക്കലും നന്ദിനിയല്ല രക്ഷിച്ചത്, ഇവിടെ ചെയ്തിരിക്കുന്ന നന്ദിനി പറഞ്ഞ ഗുണ്ടകൾ തന്നെയാണ് അമ്മയെ വന്ന് അടിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ മെസ്സേജ് നമുക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ റൂമിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ പത്മക്കാണെങ്കിൽ ഇവരെ കയറി വരുമ്പോൾ തന്നെ പിശാചുക്കൾ വരുന്നുണ്ട്, സ്വന്തം മക്കളാണെങ്കിലും ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവമാണല്ലോ, എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു, പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പത്മയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ മക്കൾ അരികത്തോട്ട് വരുമ്പോൾ പഴയ ഉന്മേഷമൊന്നുമില്ല, പത്മ പിറകോട്ട് ഇങ്ങനെ മുഖം തിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്താ അമ്മക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ, അപ്പോൾ അമ്മ പഴയതുപോലെ ഞങ്ങളോട് നല്ലപോലെ പെരുമാറുന്നൊന്നുമില്ല. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വിജയ് പറയണം, അതെ ഞങ്ങളിതിലൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും വേദ പറയണം, അമ്മ എന്താ ഞങ്ങളിൽ നിന്ന് അകലുന്നത്, അമ്മ പഴയതുപോലെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയണം, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം, എനിക്കൊന്ന് കിടക്കണം, നിങ്ങളൊന്ന് പുറത്ത് പോ, എനിക്ക് തലവല്ലാതെ മുറുകുന്നു. അപ്പോൾ സൂര്യയോട് അമ്മ ഒത്തിരി സംസാരിച്ചല്ലോ, ഇപ്പോൾ സൂര്യ അമ്മയുടെ അടുത്തോട്ട് വന്നപ്പോഴേക്കും എന്ന് പറയുമ്പോൾ ആ വഴി കാണാം നന്ദിനി വരുന്ന കേട്ടോ. നന്ദിനി പത്മക്ക് പാലും കോഴിമുട്ടൊക്കെ ആയിട്ട് വരികയാണ്, പ്രോട്ടീനുള്ളത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ഈ ഒരു പാലും കോഴിമുട്ടയും കൊണ്ടുവരുമ്പോൾ ഇന്ദ്രച്ച പറയണം, അമ്മ അവൾ വരുന്നുണ്ട്, അമ്മയെ സോപ്പിടാം, ഇനിയിപ്പോൾ അതിൽ വല്ല വിഷം കലർത്തിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ഈ ഒരു പാലും കോഴിമുട്ടയുമായി പത്മൻ്റെ അടുത്തോട്ട് വരിക. പത്മയാണെങ്കിലോ തന്നെ ഐസിൽ വെച്ച് നല്ല രീതിയിൽ പെരുമാറിയതാണല്ലോ, അപ്പോൾ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നന്ദിനി വരുന്നത്. മേഡത്തിനുള്ള പാലിതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ഇന്ദ്രജ പൊട്ടിത്തെറിക്കാണ്, നീ എന്താടി ഇവിടെ നാടകം കളിക്കുകയാണോ, ഞങ്ങളെ അമ്മയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് നീയല്ലേടി, നീ എന്നിട്ട് പാലും കോഴിമുട്ടയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ സോപ്പിടാൻ നോക്കുകയാണോ, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ തന്നെ ഇത് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ സമയം നീ എന്തിനാ ടെറസിന് മുകളിലോട്ട് കയറാൻ പോയത്, അപ്പം നീ എൻ്റെ അമ്മയെ ഫോളോ ചെയ്ത് പോവല്ലേ, നീ എൻ്റെ അമ്മയെ പിന്തുടർന്നത് നീ ഇത് വരുത്താൻ തന്നെയല്ലേ, നീ പറഞ്ഞ ഗുണ്ടകളല്ലടി എൻ്റെ അമ്മയുടെ തലക്കടിച്ചത്. അപ്പോഴേക്കും ഉടൻ തന്നെ നന്ദിനി പറയണേ, മാഡം ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ അതുവഴി സൂര്യസാറിനെ തിരക്കി പോയതാണ്. അപ്പോൾ തന്നെ മിണ്ടരുത്, നീ ഇനി അധികം വീണെടുത്ത് കിടന്ന് ഉരുളണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കയ്യിലുള്ള പാലങ്ങ് തട്ടുന്നതിനോടുകൂടി അവിടെ പത്മ വേദ ഇന്ദ്രജ എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ. അപ്പോഴേക്കും അവിടെ എന്താ അമ്മേ, എന്താ ഇവളെവിടെ നിന്നും പുറത്ത് വിടണോ, അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ വേദ നീ അവിടെ പോയിട്ട് ഒരു ബക്കറ്റും കോരിയും ഒരു മോപ്പും കൊണ്ടുപോവാ എന്ന് പത്മ പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന ഇന്ദ്രജ വേദ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ വിജയോട് പറയാണ്, ഇതിനിപ്പോൾ അവളെ കൊണ്ട് അവിടെ തുടപ്പിക്കാനായിരിക്കുമോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. നന്ദിനി പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, ഞാൻ മേഡത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴാട്ടോ വേദ ഈ ഒരു സംഭവങ്ങളുമായി വരുന്നത്. അങ്ങനെ വേദ ഇത് പെട്ടെന്ന് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുക. നന്ദിനിയുടെ അത് വാങ്ങിയിട്ട് പതിയെ താഴെ കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ ഇങ്ങനെ കൈകൊണ്ട് പെറുക്കാൻ നോക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് പത്മ വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ പഴയ പത്മ തന്നെ ആയിരിക്കുന്നു എന്ന ലെവലിലാണ് ഇരിക്കുന്നത്. നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എന്താ മേഡം നീ ഇങ്ങ് വന്നേ എന്ന് പറയണം. അപ്പോഴേക്കും എന്താ മേഡം എന്ന് പറയാൻ, ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലണം കേട്ടോ. എന്നിട്ട് ഇന്ദ്രജെ വേദേ നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യം കേൾക്കുമോ, അമ്മ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അത് കേട്ട ഉടനെ തന്നെ നന്ദിനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയണേ, മര്യാദക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ആ പാലും അതുപോലെ തന്നെ ആ കുപ്പിച്ചില്ലുകളും അവിടെ തൂത്ത് വൃത്തിയാക്കി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതല്ല, അത് അമ്മ നന്ദിനി ചെയ്തോളൂല്ലോ, അവൾ വീട്ടിലെ വേലക്കാരിയല്ലേ എന്ന് പത്മയോട് പറയുമ്പോൾ പത്മ പറയാണ്, അവൾ വേലക്കാരിയോ, നിങ്ങളാണ് ഈ വീട്ടിലെ വേലക്കാരി, ഇനി മുതൽ ഇവൾ എൻ്റെ മോളാണ്, എൻ്റെ സ്നേഹം ഇവൾക്കാണ് ഇനി കൊടുക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇവളെപ്പോലെ സ്നേഹമുള്ളവളെയാണ്. കാരണം ഇവള് ഇത്രയും ക്രൂരത ഞാൻ അവളോട് ചെയ്തിട്ടും ഞാൻ അപകടത്തിൽ കിടക്കുമ്പോൾ ഇവളെന്നെ ആ സമയം ഇവൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യായിരുന്നു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടായിരുന്നു. പക്ഷേ ആ ഗുണ്ടകളിൽ നിന്ന് ഇവളാണ് എന്നെ ജീവൻ രക്ഷിച്ചത്, ഇവളാണ് എന്നെ ഈ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ സ്നേഹം ഇനിയും കാണാതിരുന്ന ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഇതെൻ്റെ രണ്ടാം ജന്മമാണ്. എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് വെറുതെയാണ്. എൻ്റെ മക്കൾ എൻ്റെ ശത്രുക്കളാണ്. അല്ലാതെയും കണ്ടിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? സൂര്യ നശിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഇപ്പോൾ സൂര്യ എന്നെയും എൻ്റെ മകനെയും എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവളൊരു ശല്യമല്ലേ? എന്നാൽ ഇവളെന്ന മാലാഖയാണ് ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു മഹാലക്ഷ്മി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദ്രജയ്ക്കും വേദക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവരെ കൊണ്ട് തന്നെ ആ തറയിൽ വീണ് അവർ തന്നെ തട്ടിയ ആ കുപ്പിച്ചില്ലുകളെല്ലാം കൈകൊണ്ട് വാരിയെടുക്കാനും അവിടെ തുടക്കാനും പറയുമ്പോൾ ഉടൻ തന്നെ വേദ പറയാണ്,
ചേച്ചി എന്തിനീ ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് ഈ പാലൊക്കെ തറയിൽ പോയാൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴേക്കും പത്മ പറയണം, അത് നിങ്ങൾ മനസ്സിലാക്ക്, പാല് തറയിൽ പോയാൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം. അത് അവിടെ നിന്ന് സ്മെല്ല് വിടുന്നത് വരെ, ആ ഒരു പാലിൻ്റെ ആ ഒരു ഇത് അവിടെ നിന്ന് മാറുന്നത് വരെ ആ തറ തൂത്ത് തുടച്ച് വൃത്തിയാക്കണമെന്ന് പറയുമ്പോൾ വിജയ് ചിന്തിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഇട്ട് പണിയോ, ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിജയ് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ.